CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ അനുമതി കാത്തുനിൽക്കാതെ 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭ. നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ കിറ്റുകൾ നൽകുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ വിമത പ്രശ്നം പരിഹരിക്കാൻ അനുരഞ്ജന ശ്രമങ്ങൾ സജീവമായി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് വിമത അംഗങ്ങൾ ചർച്ച നടത്തിയതിന്റെ ചിത്രമാണ് പുറത്തുവന്നത്. നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത്. ഭിന്നശേഷിക്കാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയോട് ബസിൽ വെച്ച് മോശമായി പെരുമാറിയ കണ്ടക്ടർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ ഉൾപ്പെട്ട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ പെരിന്തൽമണ്ണ ജോയിന്റ് RTO പാലക്കാട് RTOയ്ക്ക് കത്തു നൽകി. അമ്പലപ്പാറയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു. ഹരിതകർമ്മസേനാംഗത്തിന്റെ ആടിനും കടിയേറ്റു. അമ്പലപ്പാറ പൊട്ടച്ചിറ സ്വദേശി നാരായണന്റെ പശുക്കുട്ടിയെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ നായ്ക്കൾ കടിച്ചു കൊന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ വിമത പ്രശ്നം പരിഹരിക്കാൻ അനുരഞ്ജന ശ്രമങ്ങൾ സജീവമായി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് വിമത അംഗങ്ങൾ ചർച്ച നടത്തിയതിന്റെ ചിത്രമാണ് പുറത്തുവന്നത്. നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത്. വിമത വിഭാഗത്തിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലും വൈസ് പ്രസിഡന്റ് K ഷീജമോളും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ചർച്ച നടത്തിയതിന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഈ നീക്കം പരസ്യമായത്. നിലവിലെ പ്രസിഡന്റ് KT അഫ്സൽ സ്ഥാനം രാജിവെക്കണമെന്ന് 2024 മെയ് മാസത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അഫ്സൽ തള്ളിയതോടെ UDF അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. 21 ഭരണസമിതിയിലെ പ്രസിഡന്റ് KT അഫ്സലും വൈസ് പ്രസിഡന്റ് K ഷീജമോളും അടക്കം 7 പേരും CPMലെ 7 പേരും അവിശ്വാസ പ്രമേയം ബഹിഷ്കരിച്ചു. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം പരിഗണിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വം KT അഫ്സലിനെയും അദ്ദേഹത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് K ഷീജമോൾ ഉൾപ്പെടെ 7 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലീഗിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് പാർട്ടിക്കുള്ളിൽ ഐക്യം ഉറപ്പാക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. ഈ അനുരഞ്ജന നീക്കം വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. CCN പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരം മുറിയൻകണ്ണി റോഡിന്റെ 2ാം റീച്ചായ മുറിയൻകണ്ണി പൂവത്താണി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുറിയൻകണ്ണിയിൽ നിന്നാണ് പണികൾക്ക് തുടക്കം കുറിച്ചത്. 23.11 കോടി രൂപ ചിലവഴിച്ച് 10 മീറ്റർ വീതിയിൽ 4.4 കിലോമീറ്റർ ദൂരത്താണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഈ പദ്ധതിയിൽ 18 കൽവർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. K പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. നിലവിലുള്ള കരാറെടുത്ത മലബാർ ടെക് അവരുടെ കാലാവധിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഈ പണി വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും വളരെ വേഗതയിൽ, കാലവർഷത്തിൻ്റെ ഒരു ചെറിയ പ്രയാസം നമുക്കുണ്ടെങ്കിലും ഈ സമയത്ത് ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പരമാവധി വേഗതയിൽ പണി നടത്താനും അത് പൂർത്തീകരിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ സുദീർഘമായ കാലത്തെ ആവശ്യം വളരെ വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരിയായ നിലയിൽ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കാണാനും നാടിന് ഗുണമുള്ള നിലയിൽ ചിന്തിക്കാനും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സാധിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കുകയുമാണ്. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R മജാക്കർ, R രാജേഷ്, അനസ് അഷറഫ്, പഞ്ചായത്ത് അംഗങ്ങളായ P രാധാകൃഷ്ണൻ, PM ബിന്ദു, KV സതീശൻ, ഷഹീർ അലി എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. മലബാർ ടെക്കാണ് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. CCN ചത്തല്ലൂർ. പൂവത്താണിയിൽ നിന്ന് ആലിപ്പറമ്പിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം യാത്രക്കാർ ദുരിതത്തിൽ. മാസങ്ങളായി പൊളിച്ചിട്ട് നന്നാക്കാത്ത റോഡിൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. ഇരുചക്ര വാഹനക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയാകുന്നത്.
മെയ് അവസാനത്തോടെ റോഡ് നന്നാക്കാനായി JCB ഉപയോഗിച്ച് ടാറിങ്ങും മെറ്റലും പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് മഴ ആരംഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. ആലിപ്പറമ്പ്, കാമ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ റോഡിലൂടെ കഷ്ടപ്പെട്ടാണ് കടന്നുപോകുന്നത്. മഴവെള്ളം നിറഞ്ഞ കുഴികൾ കാരണം റോഡിൽ എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഇത് വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതിന് കാരണമാകുന്നു. റോഡ് എത്രയും പെട്ടെന്ന് ടാറിംഗ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. നമുക്ക് പൂവത്താനിക്കുന്ന് ആലിപ്പറമ്പക്ക് വരുന്ന റോഡ്, പിന്നെ കാമ്പറത്തേക്ക് ആലിപ്പറമ്പക്ക് വെള്ളിനായ്ക്ക് അതുപോലെ ചോരാണ്ടി പ്രദേശത്തൊക്കെ വരുന്ന റോഡാണ്. ആ റോഡ് എത്രയും പെട്ടെന്ന് പണിയിട്ടാണ്. അത് മാന്തിയിട്ട് പോയതാണ്, പിന്നെ JCB ആയിട്ട് മാന്തി പോയതാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ചളിയാണാകെ. അത് മാന്തിയത് കാരണം ഇപ്പോൾ തീരെ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തൽക്കാല പരിഹാരം കാണണമെന്ന് കോൺട്രാക്ടർ ഇതായാലും നാട്ടുകാരോട് പിന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതേസമയം റോഡ് ടാറിംഗ് ചെയ്യുന്നതിനായി 25 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളതെന്നും മഴ അവസാനിച്ചാലുടൻ റോഡ് ടാറിംഗ് ചെയ്ത് നന്നാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ആര്യ ഉറപ്പു നൽകി. CCN ചത്തല്ലൂർ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മദിനത്തിൽ ഒറ്റപ്പാലം യൂത്ത് കോൺഗ്രസ് ലക്കിടി പോളി ഗാർഡനിൽ പുഷ്പാർച്ചനയും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ അധ്യക്ഷത വഹിച്ച പരിപാടി പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF ചെയർമാൻ P ഗിരീശൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PT അജ്മൽ, KSU സംസ്ഥാന സെക്രട്ടറി അജാസ് കുഴൽമന്ദം, VN കൃഷ്ണൻ, K ശങ്കരനാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. സർക്കാർ അനുമതി കാത്തുനിൽക്കാതെ 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭ. നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ കിറ്റുകൾ നൽകുന്നത്. ഭക്ഷണമില്ലാതെയും തൊഴിലില്ലാതെയും ആളുകൾ ദുരിതത്തിലാണെന്നും അവരെ പട്ടിണിക്ക് വിടാൻ നഗരസഭ തയ്യാറല്ലെന്നും നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും പദ്ധതി നടപ്പാക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, HS സെക്രട്ടറി, അതുപോലെ തന്നെ സൂപ്രണ്ട് എല്ലാവരും യോഗം ചേർന്ന് 10:30 മണിക്ക് യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. 3 മണിക്ക് കൗൺസിൽ ചേരണമെന്നും ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 മണിക്ക് അടിയന്തര കൗൺസിൽ വിളിച്ചത്. അതിൽ ആ ഒരു സമയത്ത് തന്നെയാണ് അത് മൻസൂറിന്റെ പത്രസമ്മേളനത്തിന് തീരുമാനം എടുത്തതിന് ശേഷമാണ് മൻസൂർ തീരുമാനിച്ചിരുന്നത്. അപ്പൊ എന്തായാലും പിന്നെ ഇന്നത്തെ കൗൺസിലിൽ 1000 രൂപയുടെ കിറ്റെങ്കിലും മിനിമം ആളുകൾക്ക് എത്തിക്കാനാണ് നഗരസഭയിൽ തീരുമാനമായിട്ടുള്ളത്. സർക്കാർ ഉത്തരവ് കാത്തുകൊണ്ട് 4 ദിവസമായി ബഹുമാനപ്പെട്ട കളക്ടർ ബന്ധപ്പെട്ടിരുന്നു. അതേ സമയത്ത് കൗൺസിൽ നടക്കുമ്പോഴാണ് കളക്ടർ ഫോണിൽ ബന്ധപ്പെട്ടത്. ഞാൻ നേരത്തെ ഇന്ന് കൗൺസിലിന് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ അവരൊരു മീറ്റിംഗിലായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ അവർ വിളിച്ചു, അവരോട് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ നല്ലവരായ ആളുകളോട് പറയാനുള്ളത്, പരമാവധി നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം. അതിന് നഗരസഭയുടെ ഫണ്ട് മാത്രം പോരാ. എല്ലാ ആളുകളും ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനകൾ മണ്ണാർക്കാടുണ്ട്, വ്യക്തികളുണ്ട്. അവരൊക്കെ മണ്ണാർക്കാട് നഗരസഭ ചെയർമാന്റെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇതുമായി സഹകരിച്ചുകൊണ്ട് ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഓൺലൈനായി ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം എടുത്തത്. നഗരസഭയുടെ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് നൽകുകയെന്നും ചെയർമാൻ പറഞ്ഞു. CCN മണ്ണാർക്കാട്. മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കി മലപ്പുറം നഗരസഭ. ഉദ്ഘാടനം കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി നിർവഹിച്ചു. While some of our government schools have the capacity and there is an ongoing process to augment that infrastructure, the Anganwadis will also play a vital role. Nationwide mapping of Anganwadis with those Balvatikas has been undertaken, and I think this is a most important role that Anganwadis in the coming years will be playing. Therefore, I commend Malappuram Municipal Corporation for the cooperation given to the JSS, today's event, and also investing in our country's future through Anganwadi network.
To all the officials from our ministry, the director of JSS, who appears very dynamic, who's been an educationalist and now very committed and devoted to the JSS. Officials who've come from Delhi representing Ministry of Skills. എയർ കണ്ടീഷൻ, സ്മാർട്ട് ടി വി, സൗണ്ട് സിസ്റ്റം, ഹൈടെക് കളി ഉപകരണങ്ങൾ, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി, ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അംഗൻവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അംഗൻവാടികളും എയർ കണ്ടീഷൻ സൗകര്യമുള്ള മോഡേൺ ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റുന്നത്. ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു. കേന്ദ്ര സർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 2,45,00,000 രൂപയ്ക്ക് ബഹുവർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അംഗൻവാടികളിൽ ഉൾപ്പെടെ സമ്പൂർണ്ണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു. അംഗൻവാടികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിനു വേണ്ടി 1000 കസേരകളുമാണ് നഗരസഭ 64 അംഗൻവാടികളിലായി നൽകിയത്. അംഗൻവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു. നഗരസഭയിലെ മുഴുവൻ അംഗൻവാടികൾക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ അംഗൻവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. CCN മലപ്പുറം. നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകന്റെ ആദ്യ സാമ്പിളിന്റെ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം നെഗറ്റീവ്. എന്നാൽ ഒരു സാമ്പിളിന്റെ കൂടി ഫലം വരാനുണ്ടെന്നും അത് ലഭിച്ച ശേഷമേ അന്തിമ സ്ഥിരീകരണം സാധ്യമാകൂ എന്നും നിപ്പ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ TS അനീഷ് അറിയിച്ചു. 32 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ സാമ്പിൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പോസിറ്റീവായിരുന്നു. ഇതിനെ തുടർന്നാണ് വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത്. നിലവിൽ ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടാമത്തെ സാമ്പിൾ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരോഗ്യവകുപ്പ്. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം കോടതിയിൽ വിവിധ കേസുകളിൽ ഹാജരാകാനെത്തിയ ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. മതസ്പർദ്ധ പടർത്തണമെന്ന ഉദ്ദേശത്തോടെ സംഘർഷം സൃഷ്ടിച്ചെന്ന കേസിൽ ഇരു സംഘങ്ങളിൽ നിന്നുമായി 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവിഭാഗങ്ങളിലെയും കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 11:30 ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വളപ്പിലായിരുന്നു സംഭവം. ഇരു സംഘങ്ങളും 2 വ്യത്യസ്ത കേസുകളിൽ ഹാജരാകാൻ എത്തിയതായിരുന്നു. കോടതി മുറിക്ക് അകത്തുവെച്ചുണ്ടായ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. SDPI പ്രവർത്തകരും വരോട് സ്വദേശികളുമായ വീരമംഗലം മുഹമ്മദ് റിൻഷാദ്, കുളമുള്ളി കാജ ഹുസൈൻ, ചുനങ്ങാട് പുത്തൻ പീഡിയക്കൽ മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് കസ്റ്റഡിയിലായതിന് പിന്നാലെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട വരോട് മൂച്ചിക്കൽ ഷബീർ അലിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറുവിഭാഗത്തിൽ നിന്ന് പനമണ്ണ അമ്പലവട്ടം ചക്യാവിൽ രാമചന്ദ്രനും അറസ്റ്റിലായി. ഇയാൾ BJP ബന്ധമുള്ളയാളാണെന്നും ഈ സംഘത്തിലെ 4 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. കേസിൽ ഉൾപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷബീർ അലിക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്ന് SDPI ആരോപിച്ചു. മറുവിഭാഗത്തിന് BJPയുമായി ബന്ധമില്ലെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലനും അറിയിച്ചു. ഇരു സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായി വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടെന്നും അതിന്റെ ബാക്കിയാണ് കോടതിയിലുണ്ടായിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു. CCN ഒറ്റപ്പാലം. അമ്പലപ്പാറയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു. ഹരിതകർമ്മ സേനാംഗത്തിന്റെ ആടിനും കടിയേറ്റു. അമ്പലപ്പാറ പൊട്ടച്ചിറ സ്വദേശി നാരായണന്റെ പശുക്കുട്ടിയെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ നായ്ക്കൾ കടിച്ചു കൊന്നത്. തൊഴുത്തിൽ മറ്റു പശുക്കൾക്കൊപ്പം കിടക്കുകയായിരുന്ന പശുക്കുട്ടിയെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. അതേസമയം തോട്ടിന് സമീപം മേയാൻ വിട്ട ഹരിതകർമ്മ സേനാംഗത്തിന്റെ ആടിനാണ് കടിയേറ്റത്. ആടിന്റെ മുഖത്താണ് കടിയേറ്റത്. ഇന്നലെ രാത്രി വന്നു 3 മണിക്ക് പറഞ്ഞോളൂ. അപ്പോഴാണ് നായ്ക്കളാന്നുള്ളത് മനസ്സിലായത്. ഞങ്ങളെ കണ്ടപ്പോൾ ഈ ടോർച്ചടി വെളിച്ചം കണ്ടപ്പോൾ നായ്ക്കൾ ഓടി. അതുണ്ടായതേ. പശുക്കുട്ടല്ലേ പശുക്കുട്ടി. പേവിഷബാധയുള്ള നായ്ക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം പ്രദേശത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. CCN ഒറ്റപ്പാലം.
ഒറ്റപ്പാല നിയോജക മണ്ഡലത്തിൽ MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നടപ്പാക്കുന്ന മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അമ്മമാർക്കുമായി ഏകദിന LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. സന്നദ്ധ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 2025 ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഗമത്തിൽ ഉയർന്നുവന്ന ആവശ്യങ്ങളിലൊന്നായിരുന്നു അമ്മമാർക്ക് സ്വയം തൊഴിൽ പരിശീലനം. നാഷണൽ സിവിൽ സർവീസ് മീറ്റിൽ ചെസ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കേരള ടീം അംഗം കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ സീനിയർ ക്ലർക്ക് ശ്രീതയെ ചടങ്ങിൽ അനുമോദിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ സ്വദേശിനിയാണ് ശ്രീത. ഹെലൻ കെല്ലർ സ്കൂൾ പ്രധാനാധ്യാപിക നോബിൾ മേരി സ്വാഗതം പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാകുന്ന ഇടപെടലുകൾ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ സംഘങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായി ഉണ്ടാകുന്നതിന് ഇതെല്ലാം പ്രചോദനമാകുക എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഉദ്ദേശവും ആശയം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ മധുവേട്ടനാണ്, ശ്രീ മധുകൃഷ്ണനാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹമാണ് ആദ്യം സംസാരിച്ചത്. ആദ്യം നിശ്ചയിച്ചൊരു തീയതിയിൽ നിന്ന് അല്പം നമുക്ക് മാറ്റേണ്ടി വന്നു. നമ്മൾ 2 മണ്ഡലത്തിലെ 2 പ്രധാനപ്പെട്ട സ്പെഷ്യൽ സ്കൂളുകളെ നമ്മൾ ഇതിനായി തിരഞ്ഞെടുത്തു. ഇന്നലെ നടന്നത് മലബാറിലെ ഏക സർക്കാർ ഡഫ് സ്കൂളായിട്ടുള്ള കണ്ണിയമ്പുറത്തെ ഡഫ് സ്കൂളിൽ വെച്ചായിരുന്നു ഇന്നലത്തെ ഏകദിന പരിശീലന പരിപാടി ശില്പശാല. ഇന്ന് കേരളത്തിലെ തന്നെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപിക ഡോക്ടർ ബിജുന കുഞ്ചു IEEE കുറിച്ച് സംസാരിച്ചു. IEEE പ്രതിനിധി പ്രൊഫസർ സുനിത BV മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, SSK ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ പ്രിയേഷ്, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. IEEF ചീഫ് കോർഡിനേറ്റർ മധുകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. അക്കൗണ്ടിംഗ്, ടാക്സേഷൻ മേഖലകളിൽ പുതിയ തലമുറ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി ട്യൂട്ടർ നെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെർപ്പുളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അക്കൗണ്ടിംഗ് രംഗത്ത് ഒരു മികച്ച ഭാവി ആഗ്രഹിക്കുന്നവർക്ക് പ്രൊഫഷണലുകളുടെ മാർഗനിർദ്ദേശത്തിൽ പരിശീലനം നേടാനുള്ള അവസരമാണ് ട്യൂട്ടർ നെസ്റ്റ് ഒരുക്കുന്നത്. ബിരുദ പഠനത്തിനു ശേഷം വിവിധ തൊഴിലധിഷ്ഠിത പരിശീലനമാണ് ട്യൂട്ടർ നെസ്റ്റിലൂടെ ലഭിക്കുക. 6 മാസം, 3 മാസം എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഇവിടെയുള്ളത്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകും. 6 മാസം കാലാവധിയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, 3 മാസം കാലാവധിയിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോഴ്സുകൾ എന്നിവയിൽ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനമാണ് ഇവിടെ ലഭിക്കുക. അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ്, ക്ലാസ് മുറികൾ എന്നിവയും ട്യൂട്ടർ നെസ്റ്റിലുണ്ട്. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നവർക്ക് തൊഴിലും ഇന്റേൺഷിപ്പും ട്യൂട്ടർ നെസ്റ്റ് നൽകും. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കും. ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ MES കോളേജിന് സമീപത്തുള്ള പറക്കാടൻ ബിൽഡിംഗിലാണ് ട്യൂട്ടർ നെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു.
ചെർപ്പുളശ്ശേരിയിലെയും പരിസര പ്രദേശത്തെയും അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരായ യുവതി യുവാക്കൾക്ക് ഈ സ്ഥാപനം മുതൽക്കൂട്ടാകുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരെയും ടാലൻ്റായ ജോലിയിലേക്ക് എത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്ന ഈ സമയത്ത് ഇത്തരം സ്ഥാപനങ്ങൾ നാടിന് വലിയ മുതൽക്കൂട്ടാവും. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകൾ നേരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇവരുമായി ചേർന്നുള്ള കോഴ്സുകൾ സംഘടിപ്പിക്കാനും എല്ലാവരെയും ജോലിയിലെത്തിക്കുക എന്ന ചുമതല നിർവഹിക്കാനും ഇവരെ ഈ സ്ഥാപനങ്ങൾ ഗുണകരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന പൂർണ്ണതയിലുള്ള പ്രാക്ടീസ് 100% പ്ലേസ്മെന്റോടുകൂടി ഇവിടെ നൽകുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞു. ബേസിക്കലി ഞാനൊരു സയൻസ് ആൻഡ് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. നമുക്കറിയാം ഏത് ടെക്നോളജിയുടെയും കോമൺ പീപ്പിളിലേക്ക് എത്തുന്ന സമയത്ത് അതിലൊരു കൊമേഴ്ഷ്യൽ സൈഡുണ്ട്. അത് ഏതൊരു കമ്പനിയും ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊസിഷനാണ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ഒത്തിരി ജോലി സാധ്യതകൾ. പക്ഷെ നമ്മളിവിടെ ഡിഗ്രിയും PGയും കഴിഞ്ഞ കുട്ടികളുടെ ഒരു തിയറി നോളജ് കൊണ്ട് പലപ്പോഴും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അക്കൗണ്ടിൻ്റെ ധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. ആ ഒരു ഗ്യാപ്പാണ് ട്യൂട്ടർ നെസ്റ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് 6 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന അത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലൂടെയും അത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റും. സോ 100% പ്ലേസ്മെൻറ്റോടുകൂടെ ഒരു 6 മന്ത് ഡ്യൂറേഷനിൽ ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ ധർമ്മം കൂടിയാണ്. ശരിയല്ലേ? സോ അത്തരത്തിലൊരു മെസ്സേജാണ് ട്യൂട്ടർ നെസ്റ്റും അതിൻ്റെ കോഴ്സുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സോ ഒത്തിരി സ്റ്റുഡൻസിന് കോമൺ പബ്ലിക്കിന് ഇത് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദ്ഘാടന ചടങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വി ഗോപിനാഥൻ, CCST കോളേജ് പ്രിൻസിപ്പാൾ NK ബാബു, പ്രിയ പാലട ഗ്രൂപ്പ് MD PV മുരളീധരൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസൻ, ധനലക്ഷ്മി ബാങ്ക് മാനേജർ ഉണ്ണികൃഷ്ണൻ, മിഥില ഗ്രൂപ്പ് MD രാജേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ VM സുനിൽകുമാർ, PM കൃഷ്ണകുമാർ, KTPA വൈസ് പ്രസിഡന്റ് രാംമോഹൻ, ഓർബിറ്റ് ഫൗണ്ടർ CK സക്കീർ ബാബു, ഡയറക്ടർമാരായ മണികണ്ഠൻ, ഗഫൂർ എന്നിവരും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ഭിന്നശേഷിക്കാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയോട് ബസിൽ വെച്ച് മോശമായി പെരുമാറിയ കണ്ടക്ടർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ ഉൾപ്പെട്ട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ പെരിന്തൽമണ്ണ ജോയിന്റ് RTO പാലക്കാട് RTOക്ക് കത്തു നൽകി. പെരിന്തൽമണ്ണ പൊന്നിയകുറിശി കീഴ്ശ്ശേരി സ്വദേശി സൈനുദ്ദീൻ നൽകിയ പരാതിയിലാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 75% ശാരീരിക അവശതയുള്ള തന്റെ മകനോട് ബസിൽ വെച്ച് യാത്രക്കാർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും മുൻപിൽ വെച്ച് ഭിന്നശേഷിയെ അപമാനിക്കുന്ന തരത്തിൽ കണ്ടക്ടർ സംസാരിച്ചുവെന്നാണ് പരാതി. ഇത് വിദ്യാർത്ഥിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു. ജൂൺ 26 വൈകുന്നേരം സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് സംഭവം. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന PTV ബസിലെ കണ്ടക്ടറായ മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശി സായി വാനിൽ വീരാനാണ് വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയതെന്ന് AMVI മുഹമ്മദ് ബഷീർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണത്തിൽ കണ്ടക്ടർ വീരാൻ സംഭവ ദിവസം കാലാവധി കഴിഞ്ഞ കണ്ടക്ടർ പാസ് ഉപയോഗിച്ചാണ് ജോലി ചെയ്തതെന്നും കണ്ടെത്തി. കാലാവധിയില്ലാത്ത പാസ് ഉപയോഗിച്ച് കണ്ടക്ടറെ ജോലിക്ക് നിയമിച്ചതിലൂടെ ബസിന്റെ RC ഉടമയും നിയമലംഘനം നടത്തിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ജോയിന്റ് RTO ഓഫീസ് മുമ്പാകെ ഹാജരാകാൻ കണ്ടക്ടറോടും RC ഉടമയോടും ആവശ്യപ്പെട്ടെങ്കിലും ഇവർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ജോയിന്റ് RTO പാലക്കാട് RTOക്ക് കത്തു നൽകിയത്. അന്വേഷിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കി അന്വേഷണം നടത്തിയതിൽ ആ ബസ്സിൽ ക്യാമറ സ്ഥാപിച്ചിട്ടില്ല എന്നും ഈ പറഞ്ഞ പരാതിയെല്ലാം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർക്ക് ആ ബസ്സിലെ ഉടമ അന്നത്തെ ദിവസത്തെ കണ്ടക്ടർക്ക് ലൈസൻസ് കാലഹരണപ്പെട്ട ലൈസൻസ് ആയിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യാൻ പോയ ദിവസത്തെ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബസ്സിലെ ഓണർ സ്ഥിരമായിട്ട് യോഗ്യതയില്ലാത്ത ആളുകളെ കണ്ടക്ടറായിട്ട് ചുമതല വഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മോശം പെരുമാറ്റം പാസഞ്ചേഴ്സിന് ഉണ്ടാകുന്നതിന്റെ നിഗമനത്തിൽ ആ ഡ്രൈവറുടെ അന്നത്തെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ഈ ബസ്സിന്റെ പെർമിറ്റിനെ മുകളിൽ ശക്തമായിട്ട് നടപടി എടുക്കാനായിട്ട് ഇതിന്റെ പെർമിറ്റ് പാലക്കാട് RTOന്റെ കീഴിൽ വരുന്നതായിട്ട്
പാലക്കാട് RTOന് ഇതിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്ത് നടക്കുള്ള ശക്തമായിട്ട് നടപടി എടുക്കണമെന്നും തിരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി ഈ കണ്ടക്ടർക്കെതിരെ നമ്മൾ ഉണ്ടാവും. അന്വേഷണത്തിൽ എന്താണ് തെളിഞ്ഞിട്ടുള്ളത്? ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. അതായത് ഈ കുട്ടി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു പാസ് കണ്ടക്ടറെ കാണിച്ചു. ആ കുട്ടിക്ക് അച്ഛൻ പറഞ്ഞ ഇതനുസരിച്ച് അയാൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മറന്നു, ഇയാളുടെ പേര് മറന്നു. അത്രയും ഒരു കണ്ടീഷൻ ഒരു കുട്ടീനെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ അനുമതി കാത്തുനിൽക്കാതെ 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭ. നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ കിറ്റുകൾ നൽകുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ വിമത പ്രശ്നം പരിഹരിക്കാൻ അനുരഞ്ജന ശ്രമങ്ങൾ സജീവമായി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് വിമത അംഗങ്ങൾ ചർച്ച നടത്തിയതിന്റെ ചിത്രമാണ് പുറത്തുവന്നത്. നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത്. ഭിന്നശേഷിക്കാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയോട് ബസിൽ വെച്ച് മോശമായി പെരുമാറിയ കണ്ടക്ടർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ ഉൾപ്പെട്ട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ പെരിന്തൽമണ്ണ ജോയിന്റ് RTO പാലക്കാട് RTOയ്ക്ക് കത്തു നൽകി. അമ്പലപ്പാറയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു. ഹരിതകർമ്മസേനാംഗത്തിന്റെ ആടിനും കടിയേറ്റു. അമ്പലപ്പാറ പൊട്ടച്ചിറ സ്വദേശി നാരായണന്റെ പശുക്കുട്ടിയെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ നായ്ക്കൾ കടിച്ചു കൊന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.